അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താക്കീദിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വരത്തിൽ പ്രവാചകൻ ഷുഐബ് അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഉപദേശിച്ചു കൊണ്ടിരുന്നതാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞതിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവർ അവഗണിക്കുകയാണ് ഉണ്ടായത്. ഷുഐബ് നബി ജനിച്ചത് ഒരു പ്രശസ്ത കുടുംബത്തിലായിരുന്നു. ആ കുടുംബത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിന്നെ കൊന്നുകളയാത്തതെന്നും ഞങ്ങൾ നിന്നെ വളരെ നിസ്സാരനും ജനപിന്തുണ ഇല്ലാത്തവനുമായി മാത്രമാണ് കാണുന്നതെന്നുമാണ് അവർ അദ്ദേഹത്തോട് പറഞ്ഞത്. ഈ ധിക്കാരത്തോട് പ്രതികരിച്ചുകൊണ്ട് ഷുഐബ് നബി പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ വലുത് എൻ്റെ കുടുംബപരമായ പ്രശസ്തിയാണല്ലേ. എന്നാൽ അള്ളാഹു നിങ്ങളുടെ സകല നടപടികളെയും ഒന്നടങ്കം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണെന്ന് കരുതിക്കൊള്ളുക. ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 91, 92 ആയത്തുകളിൽ പറയുന്നത്. ഖാലൂ യാ ശുഐബു മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂലു വഇന്നാ ലനറാക ഫീനാ ളഈഫ വലൗലാ റഹ്തുക ലറജംനാക വമാ അൻത അലൈനാ ബിഅസീസ്. ഖാലൂ അവർ പറഞ്ഞു, യാ ഷുഐബേ മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ, നീ പറയുന്നതിലധികവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മാ നഫ്ഖഹു ഞങ്ങൾക്ക് മനസ്സിലാകുന്നേയില്ല. കസീറൻ മിമ്മാ തഖൂൽ നീ പറയുന്നതിൽ ഏറെയും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശൈലിയും ഭാഷയും അവ്യക്തമായതുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നല്ല. ഷുഐബ് നബി നല്ല പ്രസംഗകനായിരുന്നു. കാര്യങ്ങൾ സുവ്യക്തമായി ഉത്ബോധിപ്പിക്കാനുള്ള സംവേദനശേഷിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിൽ അവ്യക്തതയുണ്ടാവില്ല. പിന്നെ ഇവർ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നീ പറയുന്ന അധിക കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്ത കാര്യങ്ങളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ നിർബന്ധിക്കാൻ നീ ആരാണ്? വ ഇന്നാ ലനറാക ഫീനാ ളഈഫ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഞങ്ങൾ കാണുന്നത് ദുർബലനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആൾബലമോ മറ്റു ശക്തിയോ ഇല്ലാത്ത, ഒരു സ്വാധീനവുമില്ലാത്ത, ഒരു നിലക്കും ഭയപ്പെടേണ്ടതില്ലാത്തവനായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്. വ ഇന്ന തീർച്ചയായും ഞങ്ങൾ ലനറാക നിന്നെ കാണുക തന്നെ ചെയ്യുന്നു, ഫീന ഞങ്ങളുടെ കൂട്ടത്തിൽ, ളഈഫൻ ദുർബലനായിക്കൊണ്ട്, നിസ്സാരനായിക്കൊണ്ട്, വലൗലാ റഹ്തുക ലറജംനാക് നിന്റെ കുടുംബ ബന്ധമില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു. ഒന്നുകിൽ അവർ പറയുന്നത് നിന്നോട് ഞങ്ങൾക്ക് കുടുംബ ബന്ധമില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞുകൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ നീ അറിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ, നിന്റെ കുടുംബമാകട്ടെ ഞങ്ങളോടൊപ്പമാണ് ഉള്ളത്, നിന്റെ കുടുംബം ഞങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അവർക്കത് പ്രയാസമാവുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിന്നെ കൊല്ലാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. ഒമാ അൻത അലൈന ബി അസീസ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ വലിയ പ്രതാപമുള്ളവനൊന്നുമല്ല. ഞങ്ങളിപ്പോൾ നിന്നെ അന്തസ്സും മാന്യതയുമുള്ളവനായി പരിഗണിക്കുന്നില്ല. ഞങ്ങളുടെ മുമ്പിൽ നീ വെറും നിസ്സാരനാണ്. സമൂഹത്തിൽ സ്വാധീനമുള്ളവരുടെ അഴിമതിയും അന്യായവും പുറത്തു കൊണ്ടുവരുന്നവരോട്, തിരുത്തണമെന്ന് പറയുന്നവരോട് ഈ അഴിമതിക്കാർ എന്തുമാത്രം വിരോധവും ശത്രുതയുമാണ് വെച്ചു പുലർത്തുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് ഷുഐബ് നബി അവരോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഖാല യാ ഖൗമി അറഹ്തി അഅസ്സു അലൈക്കും മിനല്ലാഹി വത്തഖത്തുമൂഹു വറാഅക്കും ളിഹ്രിയൻ ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്ത്. ഖാല യാ ഖൗമി, അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനമേ, അറഹ്തി അഅസ്സു അലൈക്കും മിനല്ലാഹ്, എന്നോടുള്ള കുടുംബ ബന്ധമാണോ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും വലുതായിട്ടുള്ളത്? അറഹ്തി എന്നോടുള്ള കുടുംബ ബന്ധമാണോ? അഅസ്സു ഏറ്റവും മാന്യമായിട്ടുള്ളത്, ഏറ്റവും വലുതായിട്ടുള്ളത്, ഏറ്റവും പരിഗണനീയമായിട്ടുള്ളത്, ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ളത്, അലൈക്കും നിങ്ങൾക്ക്, മിനല്ലാഹി അള്ളാഹുവിനേക്കാൾ ഭയപ്പെടേണ്ടവരും ശക്തരും പ്രതാപികളുമായി, അള്ളാഹുവിനേക്കാൾ ഇസ്സത്തുള്ളവരായി എൻ്റെ കുടുംബത്തെയാണോ നിങ്ങൾ കണക്കാക്കുന്നത്? വത്തഖത്തുമൂഹു വറാഅക്കും ളിഹ്രിയൻ, അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്ക് തള്ളി അവഗണിച്ചിരിക്കുന്നു. എന്തൊരവസ്ഥയാണിത്! നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നില്ല, അതിലും പ്രാധാന്യമുള്ളവരായിട്ട് എൻ്റെ കുടുംബ ബന്ധത്തെ നിങ്ങൾ കാണുന്നു. എന്നാൽ എനിക്ക് അള്ളാഹുവാണ് വലുത്, എനിക്കവൻ മതി. വത്തഖത്തുമൂഹു നിങ്ങൾ അവനെ ആക്കിയിരിക്കുന്നു, വറാഅക്കും ളിഹ്രിയൻ നിങ്ങളുടെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട്, അള്ളാഹുവിനെ നിസ്സാരമാക്കി തള്ളി അവഗണിച്ചു എന്നർത്ഥം. എന്നാൽ കരുതിക്കൊള്ളുക, ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്ത്,
എൻ്റെ റബ്ബ് നിങ്ങളുടെ ചെയ്തികളൊക്കെയും വലയം ചെയ്തിരിക്കുന്നവനാണ്. നിങ്ങളുടെ സകലമാന നിയന്ത്രണങ്ങളും അവൻ്റെ കയ്യിലാണെന്നിരിക്കെ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും അവനറിയാതെ പോവുകയില്ല എന്ന് കരുതിക്കൊള്ളുക എന്ന താക്കീതാണ് അവസാനമായി അദ്ദേഹം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.